അവരെ കേൾക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല, അവരുടെ ബാഹ്യമായിട്ടുള്ള ഇടപെടലുകൾ കണ്ട് ഇവരെ ഒരു വിമർശന ബുദ്ധിയോടെ ഇവരെ സമീപിക്കുന്നു. ഒരു പാസ്റ്റർ എടുത്ത് വന്ന് പറഞ്ഞാൽ 100% അടുത്ത ആഴ്ച അതായിരിക്കും പ്രസംഗം. ആ പ്രസംഗം എന്ന് പറയുന്നത് അവനെ ശരിയാക്കാനുള്ളതല്ല, അവനെ ശരിയാക്കാനുള്ളത്. അവൻ ശരിക്കും ശരിയാവും. ആ മോൻ പറഞ്ഞ എങ്ങനെയാണ്, അങ്ങളെ ചർച്ചിൽ ബ്ലാക്ക് ഷർട്ട് ഇട്ടിട്ട് പോകുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രാർത്ഥന, 2 പാട്ട്, അന്യഭാഷ, 3 പേര് പ്രാർത്ഥിക്കുന്നു, സങ്കീർത്തനം വായിക്കുന്നു, സങ്കീർത്തനം വായനു ശേഷം ഒരാൾ പ്രാർത്ഥിക്കുന്നു, പ്രബോധിപ്പിക്കുന്നു. ശത്രു മുമ്പാകെ മേശ ഒരുക്കും എന്ന് പറയുമ്പോൾ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ എന്റെ എതിരാളിയെ കൊണ്ടുവന്നിരുത്തി അവരുടെ മുമ്പാകെ ഞാൻ വളരെ ഗംഭീരമായിട്ട് സദ്യ കഴിക്കുന്നു. അവനത് കാണുന്നു. ഇപ്പൊ സഭായോഗത്തിന് പ്രാർത്ഥിക്കുന്ന ഒരു അച്ചായനും അമ്മാമയും ഉണ്ട്. അവര് തന്നെ ആയിരിക്കും പ്രാർത്ഥിക്കുക. അല്ലെ അവരൊരു 4 പേര് റൊട്ടേഷൻ ഉണ്ട്, അവരായിരിക്കും പ്രാർത്ഥിക്കുക. പാട്ട് തുടങ്ങാൻ 2 പേരുണ്ട്, അവരായിരിക്കും പാട്ട് പാടി തുടങ്ങി. പക്ഷെ അത് നമ്മൾ പ്രത്യേകം പറയണം. ഇപ്പൊ ന്യൂജൻ ചർച്ചുകൾക്ക് ഇവരെ അക്കോമഡേറ്റ് ചെയ്യാനും ഇവർക്ക് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാനും അത് നല്ല റിസൾട്ട് ഉണ്ടാക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ മാറ്റമുണ്ട്. അപ്പം ഞാൻ പാരമ്പര്യ സഭകൾ എന്ന് പറയുകയല്ല, എങ്കിലും നമ്മുടെ ഈ പ്രൗഢിയും പേരും ഒക്കെ ഉള്ള ചർച്ചുകൾക്ക് ഇവരെ അക്കോമഡേറ്റ് ചെയ്യാനും ഇവരെ ഉൾക്കൊള്ളാനും പറ്റുന്നില്ല. ഇപ്പൊ സാറ് പറഞ്ഞു വന്നതുപോലെ പാസ്റ്റർ മാത്രമല്ല, ചർച്ചിലെ എൽഡേഴ്സ് ആണ് ബൈബിൾ പറയുന്ന പോലെ അവരുടെ മേലൊരു പ്രത്യേക മുഖം വെച്ച് ഇങ്ങനെ ആകാവൂ എന്നവര് പറഞ്ഞൊരു അവരുടെ മുകളിലൊരു റെസ്ട്രിക്ഷൻ വെച്ചിട്ടുണ്ട്. അപ്പം അത് അവരെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. അവർക്കൊരു ഫ്രീഡം, സാർ പറഞ്ഞൊരു കേജിനകത്ത് അടച്ചു ഒരു ഫ്രീഡം ഞാൻ പറയുന്നത് ചർച്ചയിൽ വന്ന് എന്ത് കാണിക്കാനുള്ളതല്ല, എങ്കിലും അവർക്ക് അവരുടെ ഒരു പ്ലേസ് ആണ് എന്ന് തോന്നുന്ന രീതിയിലേക്ക് ചർച്ചിന് മാറാൻ പറ്റുന്നില്ല. അതെ പറഞ്ഞ നമ്മുടെ അപ്രോച്ച് എങ്ങനെയായിരിക്കും, മോനെ ഈ പോകുന്നത് ശരിയല്ല, അതിൻ്റെ അർത്ഥം മോനെ ഇവിടെ ഇനി വരണ്ടെന്നോ, ഞങ്ങൾ ഒരു സ്ഥാനം തരത്തില്ലെന്നോ, ഞങ്ങൾ നിന്നെ സ്നേഹിക്കത്തില്ലെന്നോ ഒരു മെസ്സേജ് കൊടുക്കാനല്ല. ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നുണ്ട്, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ഈ ചർച്ചിൽ വരുമ്പോൾ മോൻ ഈ ഒരു വൈബിൽ മോന് പോകാൻ പറ്റത്തില്ല എന്നൊരു മെസ്സേജ് അവനോട് പ്രവർത്തിയാൽ കൺവേ ചെയ്യണം. ചിലപ്പോൾ 1 മാസമോ 2 മാസം കൊണ്ട് മാറത്തില്ലായിരിക്കും, പക്ഷേ അവനെ ഉൾക്കൊണ്ട് അവനൊന്ന് ഇൻവോൾവ് ചെയ്യണം. പല ആൾക്കാർ, ഇപ്പം ഞാൻ തന്നെ ഇവിടെ ഇരിക്കുന്ന, 1 പേരൻസിൻ്റെ റോള്, 2 എന്നെ മെൻറ്റർ ചെയ്ത പാസ്റ്റേഴ്സിൻ്റെ റോള്. ഞാൻ വളരെയധികം ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന ഒരു കർത്താവിൽ പ്രസിദ്ധനായ ഒരു ദേവദാസനുണ്ട്. അദ്ദേഹത്തെ ആദ്യമായിട്ട് മീറ്റ് ചെയ്തപ്പോൾ അദ്ദേഹം നേരെ എന്നോട് വന്ന്, ബാഡ്മിൻ്റൺ കോർട്ടിലാണ് ഞാൻ മീറ്റ് ചെയ്യുന്നത്, അദ്ദേഹം നേരെ വന്ന് എൻ്റെ തോളത്ത് കൈവച്ച് എന്നോട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് ഇടപെട്ടത്. ഞാനൊരു തോക്കി, ഇങ്ങനെയും പാസ്റ്റേഴ്സിന് ഇടപെടാൻ അറിയാമോ? കാരണം എൻ്റെ വീട്ടിലൊരു പാസ്റ്റർ അല്ല, എൻ്റെ പപ്പ ജോലി ചെയ്യുന്ന ഒരാളാണ്, മമ്മി സാധാ ഹൗസ് വൈഫാണ്, ഇച്ചിരി ജോലിയൊക്കെ ചെയ്തിട്ടുണ്ട് മമ്മി. പാസ്റ്റേഴ്സുമായിട്ട് നേരിട്ട് ഫാമിലിയിൽ ഒരു ബന്ധം ആരുമായിട്ടില്ല. അന്നേരം ആദ്യമായിട്ടൊരു പാസ്റ്റർ വന്ന് ഇടപെടുന്നത് കാണുമ്പോൾ, ഇങ്ങനെ ഇടപെടുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആക്സെപ്റ്റൻസ് കിട്ടിയതുപോലെയാണ്. ഞാൻ ഡൽഹിയിലായിരുന്ന സമയത്ത് എന്നെ നിരന്തരമായി മെൻറ്റർ ചെയ്തുകൊണ്ടിരുന്നത് ഒരു പാസ്റ്റർ. ആ പാസ്റ്ററിന് എന്നോടുള്ള അപ്രോച്ച് അദ്ദേഹം വീട്ടിൽ കൊണ്ടുപോയി എന്നെ നിർത്തിയിട്ടുണ്ട്. അതെ, എന്നെ പോലത്തെ നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരാളിനെ വീട്ടിൽ കൊണ്ടുപോയി നിർത്തി നോക്കണമെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക്കാണ്. പക്ഷെ ആ റിസ്ക് എടുക്കാൻ പോലും അവർ റെഡി ആയതുകൊണ്ടാണ്. അന്ന് ലീഡർഷിപ്പ് ക്രൈസിസ് എന്ന് പറയുമ്പോൾ ഞാൻ അടച്ചാരും ഇല്ല എന്നല്ല പറയുന്നത്, ഏലിയാവ് പറഞ്ഞതുപോലെയും പറയുമല്ല, ആരും ഇല്ല, ബാലിന് മുട്ടുമടക്കാത്ത 7000 പേരിനെ ദൈവം ശേഷിപ്പിച്ചിട്ടുണ്ട്. അതിൽ ദൈവം നമ്മളെ എഴുന്നേൽപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. സാറ് പറഞ്ഞു വരുന്നത്, തെറ്റ് സംഭവിച്ചു പോയ ഒരാളെ, ഒരു കുഞ്ഞിനെ, ഒരു യൗവനക്കാരെ റിസ്റ്റോർ ചെയ്യുന്നില്ല. അവനെ നമ്മൾ ജഡ്ജ് ചെയ്ത് അവനെ തള്ളിക്കളയുക. ഇനി ഒരിക്കലും തിരിച്ചു വരാൻ അവനൊരു അവസരം കൊടുക്കുന്നില്ല. അവനെ ചെയ്ത തെറ്റിന് അവനെ മുറിവേൽപ്പിക്കുക, തിരിച്ചു വരാൻ അവനൊരു അവസരം, വൈബ് മാറ്റുക. അവിടെ ഒരു പരിഹാരം. ഇനി ഇതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ബിബ്ലിക്കൽ പ്രീച്ചിങ്, നമ്മുടെ സഭകളിലെ പ്രസംഗങ്ങൾ ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. കാരണം എനിക്ക് തോന്നുന്നു, സങ്കീർത്തനം എടുത്താൽ മിക്കവാറും അതിനകത്തെ പ്രമേയം ശമൂവേലും ദാവീദും ഗോലിയാത്തും ആകാറുണ്ട്. അപ്പം മിക്കവാറും എല്ലാ ആഴ്ചകളും
ഗോലിയാത്ത് ഒരു ഏറ് മേടിച്ചു പോവുകയും അല്ലെങ്കിൽ യോസെഫിനെ പൊട്ടക്കിണറ്റിൽ നിന്ന് കയറ്റുകയും അല്ലെ ഹാമാനെ കഴിമരത്തെ തൂക്കുകയും ഇങ്ങനെ ഒരു വൈബ് കാരണം മുതിർന്ന ആളുകൾക്ക് അതാണ് ഇഷ്ടം. അപ്പൊ അവര് മനസ്സിൽ കാണുന്ന അവരുടെ ശത്രു കഴിമരത്തെ കിടന്ന് തൂങ്ങുന്നതും ആ എറിയുന്നത് ഗോലിയാത്തിന് തന്നെ, നമ്മുടെ ആത്മീയ ശത്രുവിട്ടൊന്നുമല്ല, അവരുടെ അയൽക്കാരനോ പ്രിയപ്പെട്ടവരോ ഒക്കെ ഏറെ ഏൽക്കുന്നത് കണ്ടിട്ടാണ് ഇവർ കൈയിടി. എൻ്റെ കാഴ്ചപ്പാടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അത് അവർക്കിട്ട് എറിയുന്നതാണ് ഇവർ മനസ്സിൽ കണ്ട് ഇവർ ആരാധിക്കുന്നത്. ഇതൊക്കെയാണ് ഇപ്പൊ അവർക്ക് ഇഷ്ടമുള്ള വിഭവമാണ് അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവരെ അങ്ങനെ ഇപ്പൊ അവർക്കും ആത്മീയമായൊരു വെളിപ്പാടോ മറ്റൊരു കാഴ്ചപ്പാടിലേക്ക് പോകുന്നില്ല. യുവജനം ഇത് കേട്ട് മടുത്തു. അവരെ ഓറിയന്റ് ചെയ്ത് അവർക്ക് വേണ്ട ഒരു മെസ്സേജ്, അവർക്ക് വേണ്ട ഒരു ഗൈഡൻസ്, അവരെ സമർപ്പണത്തിലേക്കും അവരെ പശ്ചാത്താപത്തിലേക്കും കർത്താവിനോട് അടുപ്പിക്കുന്ന ഒരു ഭാഗം നമ്മുടെ ഭൂരിഭാഗം ചർച്ചകളിലും വരുന്നില്ല എന്നൊരു തോന്നൽ എനിക്കുണ്ട്. സാർ എന്ത് പറയും? നമ്മുടെ പ്രസംഗങ്ങൾ യുവാക്കളെ സ്വാധീനിക്കാറുണ്ടോ? തീർച്ചയായിട്ടും പാസ്റ്റർ പറഞ്ഞ പോലെ നമ്മുടെ ഇന്നത്തെ ഭൂരിഭാഗം പ്രസംഗങ്ങളും യൗവനക്കാരിലേക്ക് പൂർണ്ണമായ അതിൻ്റെ അളവിൽ റീച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് വളരെ സംശയകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മളിന്ന് സുവിശേഷ സന്ദേശങ്ങൾ, നമ്മൾ കേൾക്കുന്ന സന്ദേശങ്ങളെല്ലാം ക്രിസ്തു കേന്ദ്രീകൃതമായിട്ട് അതിനെ കൊണ്ട് സുവിശേഷത്തിലേക്ക് അവരെ നയിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് വളരെ സംശയകരമായിട്ടുള്ളൊരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഒരു മോളോട് സംസാരിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്: ഭൂരിഭാഗം സന്ദേശങ്ങളും പഴയ നിയമത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്നു. അത് കൂടുതൽ ഇവരിലേക്ക് അതൊരു മടുപ്പുളവാക്കുന്ന രീതിയിലേക്കാണ് അവർ നയിക്കുന്നത്. മറിച്ച് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ഇവരുടെ ഉള്ളിലുള്ള തെറ്റുകളെക്കുറിച്ചുള്ള ഒരു ബോധ്യം വരുത്തുന്ന, അല്ലെങ്കിൽ ഇവരൊരു മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള സുവിശേഷ സന്ദേശങ്ങൾ ഇവരിലേക്ക് പൂർണ്ണമായ അളവിൽ കിട്ടുന്നുണ്ടോ എന്നുള്ളത് വളരെ നമുക്ക് സംശയകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പിന്നെ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം, പ്രസംഗങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ കൂടുതലും ഇവരെ ഇൻട്രാക്റ്റീവ് സ്റ്റൈലാണ് യൗവനക്കാർ കൂടുതലും ആഗ്രഹിക്കുന്നത്. ഇവരെയും കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള രീതിയിലുള്ള ആ രീതിയിൽ ഇവരെ കേൾക്കാൻ തയ്യാറാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഏറ്റവും കൂടുതൽ സഭകൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം, ഞാൻ യൗവനക്കാരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ പറയാൻ കഴിയും, നമ്മുടെ കുട്ടികൾ ഭൂരിഭാഗം പറയുന്ന അവരുടെ വിഷമം ഞങ്ങളെ കേൾക്കാനായിട്ട് ആരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അവരെ കേൾക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല, അവരുടെ ബാഹ്യമായിട്ടുള്ള ഇടപെടലുകൾ കണ്ട് ഇവരെ ഒരു വിമർശന ബുദ്ധിയോടെ ഇവരെ സമീപിക്കുന്നു. മാത്രമല്ല, ഇവരുടെ തെറ്റിനെ കണ്ടെത്തി അവരെ ക്രിയാത്മകമായിട്ട് ഇവരെ അതിനെ പുറത്തു കൊണ്ടുവരുവാനായിട്ട് പരിശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. മറിച്ച് ജഡ്ജ്മെൻ്റലായിട്ട് ഇവരോട് ഇടപെടുമ്പോൾ കൂടുതൽ ഇവർ റിബല്യസ് ആറ്റിറ്റ്യൂഡിലേക്ക് മാറത്തുള്ളൂ. ആ ഒരു ആറ്റിറ്റ്യൂഡ് തീർച്ചയായിട്ടും ഒരു ചേഞ്ചിങ് വരുത്തേണ്ടത് വളരെ അനിവാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ വിദ്യാർത്ഥികളോട് ഒരു 100 പ്രസംഗം പ്രസംഗിക്കുന്നതിനേക്കാൾ വളരെ പ്രധാനം അവൻ്റെ തോളത്ത് നിന്ന് കൈയിട്ട്, ഇപ്പോൾ ഷോൺ സാറ് പറഞ്ഞതുപോലെ നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ ഒരു പ്രശ്നം കൂടെ അതിലുണ്ട്. നമ്മൾ അവരെ അപ്രോച്ച് ചെയ്യുന്ന രീതി, ആ മെത്തേഡ്സിലൊക്കെ ഒരുപാട് മാറ്റം വരുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരോട് കൂടെ ഇരുന്ന് അവരോട് സംസാരിക്കാൻ, എന്തുകൊണ്ട് നിന്റെ വിശേഷം, സുഖമായിരിക്കും എന്നോ, നീ എന്താണ് നിൻ്റെ പ്രശ്നങ്ങൾ, നിൻ്റെ ആത്മീയത എങ്ങനെയുണ്ട്, നന്നായി പോകുന്നുണ്ടോ, നീ പ്രാർത്ഥിക്കുന്നുണ്ടോ, ഇന്ന് പ്രാർത്ഥിച്ചോ, ബൈബിൾ വായിച്ചോ. ഞാനൊരു ചർച്ചിൽ ചെന്ന് 2 ആഴ്ച മുമ്പ് പോയ ചർച്ചിൽ സംസാരിച്ചപ്പോൾ എല്ലാ ദിവസവും കൃത്യമായിട്ട് ദൈവവചനം വായിച്ച് ധ്യാനിക്കുന്ന എത്ര പേരുണ്ടെന്ന് ഞാൻ ആദ്യം വിദ്യാർത്ഥികളോട് ചോദിച്ചപ്പോൾ ആരും കൈ ഉയർത്തിയില്ല. ഞാൻ ഇതേ ചോദ്യം മുതിർന്നവരോടും ചോദിച്ചു. അപ്പോൾ അവരിലും ആരും കൈ ഉയർത്തില്ല എന്നുള്ളതാണ് വളരെ സർപ്രൈസ്ഡ് ആയിട്ട് എനിക്ക് തോന്നിയത്. പിന്നീടാണ് എനിക്കത് മനസ്സിലായത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വിദ്യാർത്ഥികൾ കാണുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത്, ഇത് ആദ്യം ഇവർക്ക് കാണിച്ചു കൊടുക്കുക, പറയുക, പ്രസംഗിക്കുക എന്നുള്ളത് സെക്കൻഡ് പ്രയോറിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. മറിച്ച് ഇവരെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ, യേശു കാണിച്ചു തന്ന അതേ മാതൃക, യേശു ശിഷ്യഗണങ്ങളെ തിരഞ്ഞെടുത്ത് കൂടെ നടത്തി താൻ ചെയ്യുന്ന തൻ്റെ ബിഹേവിയർ, തൻ്റെ ആറ്റിറ്റ്യൂഡ്, തൻ്റെ കമ്പാഷൻ, തൻ്റെ ലവ്, ഇത് പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കുകയായിരുന്നു. അതുകൊണ്ടാണ് അവർ യേശുവിന് വേണ്ടി ജീവൻ പോലും വെടിയാനായിട്ട് അത് കാരണമായത്. തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ക്രിസ്തു സമാനമായിട്ടുള്ള രീതിയിലേക്ക് മാറുമ്പോഴാണ് യൗവനക്കാരെ സ്വാധീനിക്കാനായിട്ട് സാധിക്കുന്നത്. ലേശമെങ്കിലും കപടത നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും
അവർ കൃത്യമായിട്ട് മനസ്സിലാക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് preaching is second priority, but talking to them, listening is also important. അവരെ കേൾക്കാൻ തയ്യാറാകുക എന്നുള്ളതാണ്. നമ്മൾ ഒന്നും പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അവരെ കേട്ടാൽ, എ ഗുഡ് കൗൺസിലിംഗ് ഈസ് ലിസണിങ് ആണ്, കേൾക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അപ്പം അവരെ കേൾക്കുക, അവരെ പരിഗണിക്കുക, അവരെ മനസ്സിലാക്കുക, ഒരിക്കലും ജഡ്ജ്മെൻ്റലായിട്ട് പോകാതിരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. യുവാക്കളെ കേൾക്കണം. ഇപ്പൊ പറഞ്ഞു വന്നത് തന്നെ, ഇപ്പൊ അവരുടെ പ്രശ്നങ്ങളെ ഉൾക്കൊള്ളാനും അതിനെ അഡ്രസ്സ് ചെയ്യാനും നമ്മൾ തയ്യാറാകണം. ഇപ്പൊ ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം സാറ് പറഞ്ഞു വന്നപ്പോൾ മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എങ്കിലും ഇപ്പൊ ഒരു രഹസ്യം, ഒരു വീഴ്ച സംഭവിച്ചത് ഒരു പാസ്റ്റർ എടുത്ത് വന്ന് പറഞ്ഞാൽ 100% അടുത്ത ആഴ്ച അതായിരിക്കും പ്രസംഗം. ആ പ്രസംഗം എന്ന് പറയുന്നത് അവനെ ശരിയാക്കാനുള്ളതല്ല, അവനെ ശരിയാക്കാനുള്ളതാണ്. അവൻ ശരിക്കും ശരിയാവും. അടുത്ത പ്രസംഗ വിഷയം അവന് കുത്തുന്ന രീതിയിലുള്ള ഒരു പ്രസംഗമായിരിക്കും അടുത്തത് മുമ്പിലേക്ക് ചെയ്യുക. അപ്പം ഞാൻ പറയുന്നത് അവരെ അതിൽ നിന്നും പുറത്തു കൊണ്ടുവരാനുള്ള മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമ്മുടെ ചർച്ചകളിൽ റിലീജിയോസിറ്റി ഉണ്ട് എന്ന് പറഞ്ഞൊരു ഒരു മതാന്തതയുണ്ട്, പക്ഷെ ഒരു സ്നേഹം, ബൈബിൾ പറയുന്ന ഒരു സ്നേഹം നമ്മുടെ ചർച്ചകളിൽ നിന്ന് കുഞ്ഞുങ്ങൾക്ക് ഒരു ബന്ധം, ഒരു റിലേഷൻ കിട്ടുന്നില്ല. എങ്ങനെ വിലയിരുത്തുന്നു സാർ അതിനെ? സാറ് തീർച്ചയായിട്ടും സാറ് പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാറ്റിൻ്റെയും സമ്പൂർണതയുടെ അളവ്, ആ ബന്ധമായ സ്നേഹം ധരിക്കാനാണ് വചനം പറയുന്നത്. തീർച്ചയായിട്ടും നമ്മൾ കുട്ടികളെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഒരിക്കലും അവരെ സ്നേഹത്തിൽ പൊതിഞ്ഞിട്ടാണ് നമ്മൾ അവരെ അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ അവരുടെ ഹെയർ കട്ടോ അവരുടെ ഡ്രസ്സിങ്ങോ അവരുടെ ആറ്റിറ്റ്യൂഡോ വേ ഓഫ് ടോക്കിങ്ങോ ഒരിക്കലും നമ്മളെ അവരിലേക്ക് അടുക്കാനായിട്ട് ഒരിക്കലും അതൊരു ഹിൻഡ്രൻസ് ആവില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ചില നാളുകൾക്ക് മുമ്പ് ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുത്തേക്ക് വന്നു. അവൻ വളരെ വിഷമത്തോടെയാണ് എന്നോട് സംസാരിച്ചത്. ആ മോൻ പറഞ്ഞെങ്ങനെയാണ്, അങ്ങളെ ചർച്ചിൽ ബ്ലാക്ക് ഷർട്ട് ഇട്ടിട്ട് പോകുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കറുപ്പ് കളറും ദൈവം സൃഷ്ടിച്ചതല്ലേ, ദൈവത്തിൻ്റെ സൃഷ്ടിയല്ലേ. ഒരു ദിവസം ഞാൻ അങ്ങനെ ചർച്ചിൽ പോയപ്പോൾ എന്നെ ഒരുപാട് ഈ പ്രസംഗത്തിലൂടെ എന്നെ മാനസികമായിട്ട് വളരെ ഒരു വിഷമം അനുഭവപ്പെട്ടെന്ന് ആ മോൻ എന്നോട് പറഞ്ഞു. ഞാൻ ആ മോനോട് ഒരിക്കലും ഒരു ജഡ്ജ്മെൻ്റ് ആയിട്ടല്ല ഇടപെട്ടത്. ഞാൻ അവനെ ശാന്തമായിട്ട് എൻ്റെ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തു, മോനെ, നിനക്കൊരു ജോലി കിട്ടുകയാണെങ്കിൽ, നിനക്കൊരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി കിട്ടിയെന്ന് വിചാരിക്കുക. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നീ വർക്ക് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിനക്കൊരു യൂണിഫോം തീർച്ചയായിട്ടും നിനക്ക് ധരിക്കണം. പക്ഷെ നിനക്ക് കളർ ബ്ലാക്കാണ് നിനക്ക് ഏറ്റവും ഇഷ്ടം, നിനക്ക് പ്രിഫറബിൾ ആയിട്ടുള്ള ബ്ലാക്ക് ഡ്രസ്സാണ്. എന്നതുകൊണ്ട് നിനക്ക് പോലീസ് ജോലിയിൽ തുടരണമെന്ന ആഗ്രഹം നിനക്കുണ്ടെങ്കിൽ നീ ബ്ലാക്ക് ഷർട്ടാണോ ഇടുക, അതോ നിയമപ്രകാരമുള്ള യൂണിഫോമാണോ ധരിക്കുക? അപ്പോൾ അവൻ്റെ കണ്ണ് തുറന്നു. അപ്പം സാർ പറഞ്ഞ കറക്റ്റ്. ഈ ഡ്രസ്സിങ്, വൈറ്റ് ഷർട്ട് എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഡിസിപ്ലിൻ എന്നുള്ളതാണ്. ഇതൊരു അച്ചടക്കത്തിൻ്റെ ഭാഗമാണ് തീർച്ചയായിട്ടും. അത് സഭകളിൽ നിന്ന് അത്തരത്തിലുള്ളൊരു ബിഹേവിയർ ഉണ്ടാകണം. ഒരു വൈറ്റ് ഡ്രസ്സ് ഒരു ചർച്ച് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഡിസിപ്ലിൻ. ഒരു ആത്മീകനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അദ്ദേഹം അച്ചടക്കമുള്ളവനായിരിക്കും. അപ്പോൾ നമ്മൾ ആത്മീകരാണെന്ന് എങ്ങനെ മനസ്സിലാക്കുന്നത്? വി വിൽ ഹാവ് ദ ഡിസിപ്ലിൻ ഇൻ അവർ ലൈഫ്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തപ്പോൾ അവന് ഓക്കെ ആയി. അങ്ങളെ ഞാൻ ഓക്കെയാണ്, ഞാനിനി വൈറ്റ് ഇട്ടോളാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവരെ അപ്രോച്ച് ചെയ്യുന്ന രീതിയാണ് അതിൽ. പക്ഷേ ഇപ്പം അതിൻ്റെ മറ്റൊരു വശം ഞാൻ പറഞ്ഞാൽ, ഇപ്പം നമ്മളതൊരു പുറമേ ഉള്ള ഭാഗമാണല്ലോ. അവൻ്റെ ഷർട്ട്, അവൻ തന്നെ ചോദിച്ച പോലെ കറുപ്പ് ഷർട്ടിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, ദൈവം തന്നെ സൃഷ്ടിച്ചാണല്ലോ. അപ്പം പൗലോസ് ആണെങ്കിൽ പറയുന്നു, നിങ്ങളിങ്ങനെ തുടരരുത്, പിടിക്കരുത്, രുചിക്കരുത് എന്ന് പറഞ്ഞുള്ള ബാഹ്യ നിയമങ്ങളെ വിട്ടിട്ട് നിങ്ങൾ അകത്തേക്ക് വരണം. അപ്പൊ ഇതൊക്കെ കുഞ്ഞുങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഈ പുറമേ ഉള്ള കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്ത് അവന്റെ അകത്തേക്ക്, ഇപ്പം നമ്മൾ ഈ കാര്യങ്ങൾക്കാണ്, അതാണ് ചർച്ചിന് സംഭവിച്ചു പോയ വേറൊരു ഭാഗം. നമ്മൾ പുറമേ ഉള്ള കാര്യങ്ങൾക്ക്, വസ്ത്രം, ഹെയർ കട്ട്, രീതി, ഈ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുത്തു. അവൻ്റെ ആത്മീയ മനുഷ്യനോ അവൻ്റെ ഒരു സുവിശേഷാത്മാവ് വളർത്തുന്നതിനോ
അവനെ സ്പിരിച്വലായിട്ട് എഡിഫൈ ചെയ്തിട്ട് നമ്മൾ പറ്റിയില്ല. അവന് ബാഹ്യമായ ഒരു കാര്യങ്ങൾ മാത്രം നമ്മളതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. വസ്ത്രം, തലമുടി, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ സമൂഹത്തിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം, ഈ കാര്യങ്ങൾ നമ്മളൊരു അടിച്ചേൽപ്പിക്കലായിട്ട് വെച്ചു. അല്ലാതെ ഇവന് അകത്തുനിന്ന് ഇത് വന്നിട്ടില്ല, അത് വരുത്താൻ നമുക്ക് പറ്റിയിട്ടില്ല എന്നൊരു ചിന്ത കൂടെ എനിക്കുണ്ട്. എന്ത് പറയുന്നു സാറ്? തീർച്ചയായിട്ടും ഇതൊരിക്കലും അടിച്ചേൽപ്പിക്കലായിട്ടല്ല നമ്മൾ ചെയ്യേണ്ടത്, മറിച്ച് ഇവരെ കൃത്യതയോടെ സമാധാനത്തോടും ഇവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഗോഡ് ഈസ് ലുക്കിംഗ് നോട്ട് ഓൺ ദ ഔട്ട്വേർഡ് ബട്ട് ഇൻവേർഡ്. ദൈവം നോക്കുന്നത് ഹൃദയത്തെയാണ് അല്ലേ. സദൃശവാക്യങ്ങൾ നമ്മൾ കാണുന്നു, മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കുന്നു, യഹോവയോ ആത്മാക്കളെ തൂക്കി നോക്കുന്നു. ശമൂവേൽ പ്രവാചകൻ ശൗലിനോട് പറയുന്ന ഒരു ഭാഗമുണ്ട്, ദൈവം അനുസരിക്കുന്നതാണ് യാഗത്തെക്കാളും മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലതെന്ന് പറയുന്നു. അപ്പോൾ ഒബീഡിയൻസ് ഈസ് ബെറ്റർ ദാൻ സാക്രിഫൈസ്. നമ്മൾ ബാഹ്യമായിട്ട് കാണിക്കുന്ന പ്രകടനങ്ങളെക്കാൾ ഉപരിയായി ദൈവം നോക്കുന്ന നമ്മുടെ ഹൃദയത്തിൻ്റെ നിലവുകളെയും ഹൃദയത്തിൻ്റെ ചിന്താഗതികളെയുമാണ് ദൈവം മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഒരു വൈറ്റ് ഷർട്ടും ഇല്ലാത്ത ഒരു ആളാണെങ്കിൽ അദ്ദേഹത്തിന് ഉള്ളത് മാത്രമല്ലേ ഇടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരിക്കലും ദൈവം ഒരിക്കലും നീ വൈറ്റ് ഷർട്ട് ഇല്ലാത്തത് കൊണ്ട് നീ ഒരിക്കലും സ്പിരിച്വൽ ആണെന്ന് അങ്ങനെ ക്രൂരമായിട്ട് വിധിക്കുന്ന ഒരു ദൈവമല്ല നമ്മൾ ആരാധിക്കുന്നത്. തീർച്ചയായിട്ടും അവൻ്റെ ആ സാഹചര്യങ്ങളെ മനസ്സിലാക്കി അവൻ്റെ ഉൾഹൃദയത്തിൻ്റെ ചിന്തകളെ മനസ്സിലാക്കി അവനെ വിധിക്കുകയും അവന് പ്രതിഫലം നൽകുകയും ചെയ്യുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ പ്രസംഗിക്കുകയും പാടുകയും ആരാധിക്കുകയും ചെയ്യുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് ദൈവം കാണുന്നതിനെ, ദൈവം കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും ദൈവം ലെസ് പ്രയോറിറ്റി കൊടുക്കുന്ന കാര്യങ്ങൾക്ക് നമ്മളും ലെസ് പ്രയോറിറ്റീസ് കൊടുക്കുകയും ചെയ്യണം. പൗലോസിൻ്റെ എഴുത്തുകളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്, ശരീരാഭ്യാസം അല്പപ്രയോജനമുള്ളതാണ്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ലെസ് പ്രയോറിറ്റി എന്താണെന്നും മച്ച് പ്രയോറിറ്റി, നമ്മൾ ഈ കൂടുതൽ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ ഏറ്റവും ഘനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പലതും വിട്ടുപോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഇന്ന് യൗവനക്കാരിൽ കൂടുതൽ നമുക്ക് സ്വാധീനിക്കാൻ കഴിയാത്തത് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. സാറേ, നമ്മളിപ്പം സംസാരിച്ച് വന്നത് ഇത്രത്തോളം കാര്യങ്ങൾ ചർച്ച ചെയ്തപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത്, ഒന്ന് നമ്മുടെ ലീഡർഷിപ്പ് ക്രൈസിസ്, മുകളിൽ നിന്നുള്ള ആ ഡെലിഗേഷനും ആ ചിന്തയും. രണ്ടാമത്തെ കാര്യം നമ്മൾ പറഞ്ഞത് ഫാമിലി ഒരു മാതൃകാപരമല്ലാത്തൊരു ഫാമിലിയുടെ ഭാഗം. പിന്നെ നമ്മുടെ ചർച്ച് അറ്റ്മോസ്ഫിയർ, നമ്മുടെ എൽഡേഴ്സ്, നമ്മുടെ പാസ്റ്റേഴ്സ്, ഇപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയത് നമ്മുടെ ചർച്ചിലെ മെസ്സേജസ്, നമ്മുടെ പ്രീച്ചിങ് എത്രത്തോളം അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഒടുവിൽ ഇപ്പോൾ സാർ അതിനെ പറഞ്ഞു നിർത്തിയത് പ്രീച്ചിങ്ങിനേക്കാളും നമ്മുടെ ആ ഇടപെടിയിൽ നമ്മുടെ ലൈഫാണ്, അപ്രോച്ചാണ് കൂടുതൽ ഉളവാകേണ്ടത്. അപ്പം ഒരു ചോദ്യം കൂടെ ഇതിനോട് ചേർത്ത് വെച്ച് ചോദിക്കും. അപ്പം സാറ് ഇതിൻ്റെ നമ്മുടെ പ്രീച്ചിങ്, ബിബ്ലിക്കൽ പ്രീച്ചിങ്, അത് കുറച്ചുകൂടെ, ഓഫ് കോഴ്സ് നമ്മുടെ ലൈഫ് അതിലൊരു പാർട്ടാണ്, ലൈഫ് കൊണ്ട് വേണം നമ്മളൊരു സന്ദേശം കൈമാറാൻ. എങ്കിലും എന്നിരുന്നാൽ കൂടെ നമ്മുടെ ബിബ്ലിക്കൽ പ്രീച്ചിങ്, ഇപ്പോൾ സാറ് പറഞ്ഞില്ല, ഓൾഡ് ടെസ്റ്റ്മെൻറ്റിനകത്ത് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് പോവുക. ഇപ്പം ന്യൂ ടെസ്റ്റ്മെൻറ്റിനകത്ത് ക്രിസ്തു പഠിപ്പിച്ചതുപോലത്തുള്ള സ്നേഹമോ സാഹോദര്യമോ, ഇപ്പോൾ വചനം പറയുന്ന പോലെ അഡോപ്ഷനോ പുത്രത്വമോ, അങ്ങനെയുള്ള പുതിയ നിയമ വെളിപ്പാടുകൾ കർത്താവ് നമ്മളെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം പഠിപ്പിക്കുന്നത് നമ്മൾ പരാജയപ്പെടുന്നുണ്ടോ? എന്താണ് സാർ അതിനകത്ത് വിലയിരുത്തുന്നത് ബിബ്ലിക്കൽ പ്രീച്ചിങ്? പ്രശാന്ത് സാറ് പറഞ്ഞതുപോലെ ഈ പ്രീച്ചിങ് ആൻഡ് ടീച്ചിങ്ങിൽ വന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട പരാജയം ഈ അപ്രോച്ചിലാണ്. കാരണം ഒരു പാസ്റ്ററിന്റെ, ഒരു ബൈബിൾ ടീച്ചറിന്റെ അപ്രോച്ച് ശരിയല്ലേ, യങ്സ്റ്റേഴ്സ് അവർക്ക് ചെവി കൊടുക്കത്തില്ല. അവര് നമ്മൾ പറയുന്നത് കേൾക്കണേൽ നമുക്ക് അവരുമായിട്ടൊരു കണക്ഷൻ വേണം. എൻ്റെ ഒരു സാറ് പറഞ്ഞത്, പ്രീച്ചിങ് ഈസ് നോട്ട് ട്രാൻസ്ഫർ ഓഫ് ഇൻഫർമേഷൻ ഫ്രം ഹെഡ് ടു ഹെഡ്, റാദർ ഇറ്റ് ഈസ് എ ബേർഡൻ ഫ്രം ഹാർട്ട് ടു ഹാർട്ട്. ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് കൈമാറുന്ന ഒരു ഭാരമാണ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രസംഗം. എന്നാൽ അപ്രോച്ച് ശരിയാകാത്തോണ്ട് പല ആൾക്കാരും ചെവി കൊടുക്കാത്ത, അതുകൊണ്ടാണ് പലതും ശ്രദ്ധിക്കാത്തത്. ഈ അപ്രോച്ചിൽ വരുന്ന ഒരു അതാണ്. അതുകൊണ്ടാണ് തിമത്യോസിനോട് പൗലോസ് പറയുന്നത്, നിന്റെ ജീവിതവും ഉപദേശവും, അവിടെ ഉപദേശം പറയുമ്പോൾ ഡോക്ടറിനാണ്, പത്യ ഉപദേശം പ്രസംഗിക്കണം. പക്ഷെ ഉപദേശം സൂക്ഷിച്ച് പറയുന്നതിന് മുമ്പ് പൗലോസെ ആദ്യം നിന്റെ ജീവിതവും നീ സൂക്ഷിക്കണം. രണ്ടിന് ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്.
അന്നേരം അവിടെ ജീവിതം സൂക്ഷിക്കണമെന്ന് പറയുമ്പോൾ ഈ പറയുന്ന കാര്യമാണ്, സ്നേഹത്തിൽ സംസാരം സ്നേഹത്തിലായിരിക്കണം, വിശ്വാസം, സ്നേഹം, എല്ലാം കുറെ 5 കൂട്ടം കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഇന്ന് അപ്രോച്ച് ശരിയായി കഴിഞ്ഞാൽ നമ്മുടെ പ്രീച്ചിങ് ആൻഡ് ടീച്ചിങ് ഇമ്പാക്ട്ഫുൾ ആകും. അത് പ്രീച്ചിങ് ആൻഡ് ടീച്ചിങ് വേണം, അത്യാവശ്യമാണ്. ജിനു പാസ്റ്റർ പറഞ്ഞതുപോലെ പഴയ നിയമത്തിൽ നിന്ന് എടുത്ത് ഈ കഥകളൊക്കെ പറഞ്ഞ് അവരോർക്കും ഇന്നത്തെ കാലഘട്ടവുമായിട്ട് റെലവെന്റ് എങ്ങനെയാ. റെലവെന്റ് ആണെങ്കിൽ പാസ്റ്റേഴ്സ് അപ്ഡേറ്റഡ് ആകണം. അപ്രോച്ച് ഇവരുമായിട്ട് ഒരു നല്ല കണക്ഷൻ വേണം. ഇവരുടെ ഇന്നത്തെ ഭാഷ അവരുടെ ഭാഷ പറഞ്ഞ് ഇവരുടെ വൈബ് അറിയണം, ഇവരുടെ മെന്റാലിറ്റി അറിയണം, ഇവരെങ്ങനെ ഈ വചനത്തെ കാണുന്നത് മനസ്സിലാക്കണം. എന്നിട്ട് ഈ വചനം അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുന്നത് പോലെ ഒരു വചനത്തിന്റെ എക്സ്പോസിഷൻ ആയിരിക്കണം. കാരണം അവര് ചിന്തിക്കും ഇതെന്താ ഇങ്ങനെ, പല ചോദ്യങ്ങൾ അവര് കൊണ്ടുവരും. അന്നേരം ഒന്ന് അവരുമായിട്ട് കണക്റ്റഡ് ആയി കഴിഞ്ഞാലേ അവർക്ക് റെലവെന്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ്, പാസ്റ്റേഴ്സ് അതിന് അപ്ഡേറ്റഡ് ആണ്. ഈ ഇന്നത്തെ യൂത്ത് കൾച്ചറുമായിട്ട് അപ്ഡേറ്റഡ് ആകണം. അത് മാത്രമല്ല, പാസ്റ്റേഴ്സിന് നല്ല ബൈബിൾ നോളജ് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യണം. ഉഴപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇതിനൊരു നല്ല പ്രിപ്പറേഷൻ, നല്ല ടെക്സ്റ്റുമായിട്ട് നല്ല ബന്ധമുണ്ട് വേണം നമുക്ക്. അത് ബൈബിൾ കോളേജിൽ എക്സജീസിസ് പഠിപ്പിക്കുന്നു, ഗ്രീക്ക് പഠിപ്പിക്കുന്നു, പലതും പഠിക്കും. ഇതൊന്നും സഭയിൽ ചെന്ന് അടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അത് പഠിപ്പിക്കുന്നത് നമ്മൾ നമ്മുടെ പേഴ്സണൽ സ്റ്റഡിയിൽ ഉപയോഗിച്ചിട്ട് ജനത്തിന് കൈമാറാൻ വേണ്ടി ഒരു പ്രിപ്പറേഷൻ നമുക്ക് വേണം. അത് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവരോട് അത് പറഞ്ഞു കൊടുക്കണം. ഇപ്പൊ ഈ സങ്കീർത്തന പ്രബോധനമൊക്കെ ഒരു ചടങ്ങായിട്ടാണ് ചെയ്യുന്നത്. ആരോ തമാശന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഞായറാഴ്ച മേശക്കടി വന്ന് സങ്കീർത്തനം തപ്പിയാൽ എങ്ങനെയാണ് സങ്കീർത്തനത്തിൽ ഒരു കാര്യം പറയും. അപ്പൊ ഞാൻ ഒരാളെന്നോട് പറഞ്ഞത്, ഇപ്പോൾ സൺഡേ സ്കൂളിന്റെ ടൈമിൽ അപ്പോൾ ഒരു ക്ലാസ്സിൽ അധ്യാപകൻ വരാതെ വന്നപ്പോൾ ടീച്ചർ പാസ്റ്ററോട് ആവശ്യപ്പെട്ടു, പാസ്റ്റർ നേരത്തെ വന്നു, അപ്പോൾ പാസ്റ്ററോട് ആവശ്യപ്പെട്ടു ഇന്ന് പാസ്റ്റർ ഈ ക്ലാസ് എടുക്കാമെന്ന് ചോദിച്ചു. അപ്പം ഞാനിപ്പോൾ സങ്കീർത്തനം നോക്കുന്ന സമയമാണ്, ഇപ്പം ആ ക്ലാസ് എടുക്കാൻ പറ്റത്തില്ലെന്ന് പറയും. അപ്പം അത്ര ലാഘവത്തോടെയാണ് സങ്കീർത്തന പ്രബോധനമൊക്കെ ഒരു ചടങ്ങ്. അത് പറയുമ്പോൾ തന്നെ നമുക്കൊരു ലിറ്റർജി ഇല്ല, പക്ഷെ നമുക്കൊരു മെന്റൽ ലിറ്റർജി എന്ന് പറയുമ്പോൾ ഒരു പാട്ട്, ഒരു പ്രാർത്ഥന, 2 പാട്ട് അന്യഭാഷ, 3 പേര് പ്രാർത്ഥിക്കുന്നു, സങ്കീർത്തനം വായിക്കുന്നു, സങ്കീർത്തനം വായനയ്ക്ക് ശേഷം ഒരാൾ പ്രാർത്ഥിക്കുന്നു, പ്രബോധിപ്പിച്ചിട്ടിരിക്കുന്നു, അതിനുശേഷം സാക്ഷ്യത്തിന് ശേഷം സ്തോത്രകാഴ്ച കഴിഞ്ഞ് പ്രതിഫലം തന്നിടുവാൻ പാട്ട് കഴിഞ്ഞ് ഇത്ര സമയമുള്ള പ്രസംഗം, ആശീർവാദം, ഇത്രയും കാര്യം ചർച്ചയിൽ പോകുന്ന പിള്ളേർക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പൊ നമ്മുടെ ഈ ഒരു ഫങ്ഷൻ, ആ ഒരു പാറ്റേൺ, നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള നമ്മുടെ ഒരു മെന്റൽ ലിറ്റർജി, അത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ആ സെയിം പാറ്റേൺ നമ്മൾ ആ 913 തുടങ്ങിയ പാറ്റേൺ ആണ്. ആ പാറ്റേൺ ഇത്ര ഒരു നൂറ്റാണ്ടായിട്ട് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടില്ല. അപ്പൊ അതിന് വാക്യങ്ങളും ഉണ്ട്. സഭയിൽ വരുമ്പോൾ അന്യഭാഷയുണ്ട്, സങ്കീർത്തനമുണ്ട്, പ്രബോധനമുണ്ട്, സാക്ഷ്യമുണ്ടെന്ന് പറഞ്ഞ ആ വാക്യത്തിന്റെ ആധാരത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരു കാര്യം കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, അതിനകത്തൊരു മാറ്റം നമ്മൾ കാലോചിതമായിട്ട് അപ്ഡേഷൻ വല്ലതും കൊണ്ടുവരേണ്ട വല്ല കാര്യമുണ്ടോ? അത് ഇവർക്ക് ബേർഡൻ ആകുന്നുണ്ടോ? അതെ, മാറ്റം നമ്മൾ വരുത്തണം. കാരണം ഈ സാക്ഷ്യം പറയുന്ന എനിക്ക് സങ്കീർത്തനമായിട്ട് പ്രത്യേകിച്ച് ഞാനൊക്കെ ചെറുപ്പത്തിൽ ഓർക്കുന്നുണ്ട്, സാക്ഷ്യം പറയുന്ന സമയത്ത് ആ പെൻ ഫൈറ്റ് ഞങ്ങൾ ചെയ്യുന്നത്. അവിടെ ഭയങ്കര ചർച്ചയാണ് സാക്ഷ്യം. കാരണം സാക്ഷ്യം എന്താ പറയുന്നത്, പണ്ടത്തെ സാക്ഷ്യത്തിന്റെ സമ്പ്രദായം എന്ന് പറയുമ്പോൾ പണ്ടത്തെ അപ്പച്ചനും അമ്മച്ചിമാര് വന്ന് സാക്ഷ്യം പറയുന്നത് ഞാൻ സാജു ജോൺ മാത്യു സാറ് പറയുന്നത് കേട്ടിട്ടുള്ളതാണ്. പീഡനം അനുഭവിച്ചു വരുന്നു, അല്ലെ കടയിൽ പോയപ്പോൾ സാധനം കൊടുത്തില്ല, ബന്ധുമിത്രാദികൾ ഉപേക്ഷിച്ചു, അല്ലെങ്കിൽ അവർ കൈക്കൊണ്ടില്ല. ഈ കാര്യങ്ങളെ സഭയുടെ മുമ്പാകെ വന്ന് ഇങ്ങനെ സാഹചര്യത്തിൽ കൂടെ കടന്നു പോകും. കർത്താവ് കൃപ ചെയ്തു, നിങ്ങൾ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം, ഇനി ഇതിനെ ഒന്ന് തരണം ചെയ്യാൻ വേണ്ടി എനിക്ക് കൃപ കിട്ടാൻ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം. ഇങ്ങനത്തെ കാര്യങ്ങളാണ് സാക്ഷ്യം. അല്ലാതെ ദൈവം എനിക്ക് നല്ലവനായിരുന്നു, വല്ലവനായിരുന്നു, മുട്ടുവേന ഉണ്ടായിട്ട് ഞാൻ ഓട്ടോ പിടിച്ചു വന്നു, കഴിഞ്ഞ ആഴ്ച വല്ലതും ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്, ഹോസ്പിറ്റലിൽ ഡോക്ടറിനെ കാണിച്ച മുതൽ പുള്ളി എഴുതി തന്ന മരുന്ന് എല്ലാം പറഞ്ഞ് ഈ സമയം പിള്ളേർ ഇറലവെന്റ് ആണ്. കാരണം അവർക്ക് ചർച്ചിന്റെ ഈ കാര്യം വാസ്തവത്തിൽ അവരോട് ചോദിച്ചാൽ ഏറ്റവും ബോറിംഗ് ആയ ഒരു സംഭവമാണ്.
പക്ഷെ ഇത് നമ്മൾ ഈ പറയുന്നത് കൊണ്ട് ഗുരുതരമായ ആക്ഷേപം സാറിനെതിരെ പറയാൻ സാധ്യതയുണ്ട്. കാരണം സാക്ഷ്യം വേണ്ട എന്നുള്ള നിലപാടിലാണ് അത്. അതെ അതെ, സാക്ഷ്യം വേണ്ട എന്നുള്ളൊരു നിലപാടല്ല, പ്രാർത്ഥന വിഷയം അറിയിക്കണം. കാരണം നമ്മൾ സഭയെ മധ്യേ വന്ന് പറയുന്നതിൽ തെറ്റില്ല. പക്ഷെ അത് നമ്മൾ സമയം വളരെ ഉചിതമായിട്ട് ഉപയോഗിച്ച്, പിന്നെ ഈ പാറ്റേൺ ഒരു വ്യത്യാസം ഉണ്ടാകണം. കാരണം ഒരു വളരെ മോണോട്ടോണസ് ആയിട്ട് ഇങ്ങനെ ഒരു പാറ്റേണിൽ തന്നെ ഇങ്ങനെ നിരന്തരമായി പോകുമ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഈ സങ്കീർത്തനം പറഞ്ഞ പോലെ രാവിലെ വന്നാൽ തുറന്ന് നോക്കുന്നത്, ഈ പഴയ നിയമത്തിൽ നിന്ന് സങ്കീർത്തനം എടുത്തോട്ടെ, എന്തെടുത്തോട്ടെ, ഈ അപ്പോസ്തല പ്രവൃത്തി ഏകദേശം 18-19 പ്രസംഗം ഉണ്ടെന്ന് എൻ്റെ ഒരു ചിന്ത. മിക്ക പ്രസംഗങ്ങളിലും പഴയ നിയമം കോട്ട് ചെയ്യുന്നുണ്ട്. എബ്രായ ലേഖനം, ലേവ്യ പുസ്തകവും പഴയ നിയമത്തിലെ സങ്കീർത്തനങ്ങളും പലതും കോട്ട് ചെയ്തിട്ടുണ്ട്. പൗലോസും കോട്ട് ചെയ്തിട്ടുണ്ട്. പത്രോസ് ഐ തിങ്ക് 34-ാമത്തെ സങ്കീർത്തനം കോട്ട് ചെയ്തിട്ടുണ്ട് അതിന് 1-ാം ലേഖനത്തിൽ. ഇവരെല്ലാവരും കോട്ട് ചെയ്തിട്ട് കൊണ്ടുവെക്കുന്ന ഹീറോ ഓഫ് ദ സ്റ്റോറി ക്രൈസ്റ്റാ. ക്രിസ്തുവിനെ പ്രസന്റ് ചെയ്യുക. എന്ത് ഇവര് കൊണ്ട് പ്രസംഗിച്ചാലും, ഞാൻ പഴയ ഒരു ഇങ്ങനെ പ്രസംഗിക്കാൻ നേരത്ത് ഞാൻ എപ്പോഴും ഈ വാക്യം കേട്ടു, ശത്രുക്കൾ മുൻപാകെ മേശ ഒരുക്കുന്ന ദൈവം. അത് ഞാൻ ഓർക്കുന്ന എൻ്റെ ക്ലാസ്സിലെ ശത്രുവായിരിക്കും, അല്ലെ പപ്പയും മമ്മിയോട് എതിർത്ത ശത്രുവായിരിക്കും. പക്ഷെ ഇതൊരു പ്രസംഗി വ്യാഖ്യാനിക്കുന്നതെന്ന് കേട്ടുമ്പോൾ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു. കാരണം അദ്ദേഹം പറയുവാണ്, പിശാചാകുന്ന ശത്രുവിന്റെ മുൻപാകെ തിരുമേശ ഒരുക്കിയതാണ് രക്ഷണ്യ പ്രവൃത്തി. അന്ന് ശത്രുവിന്റെ മുൻപാകെ മേശ ഒരുക്കിയ ദൈവമാണ് നമ്മുടെ ദൈവം. യഥാർത്ഥമായി ആ വ്യാഖ്യാനം കേട്ടപ്പോൾ ക്രിസ്തുവിനെ പ്രസന്റ് ചെയ്യുവാണ്. നമ്മുടെ ചിത്രം എന്നാ ചോദിച്ചാൽ, ശത്രു മുൻപാകെ മേശ ഒരുക്കും എന്ന് പറയുമ്പോൾ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ എന്റെ എതിരാളിയെ കൊണ്ടുവന്നിരുത്തി അവരുടെ മുമ്പാകെ ഞാൻ വളരെ ഗംഭീരമായിട്ട് സദ്യ കഴിക്കുന്നു, അവനത് കാണുന്നു. ഇതാണ് നമ്മുടെ, അവൻ ഗതികേടിലാകുമ്പോ ഞാൻ കിടന്ന് ചെളിയുന്നു. ഈ ഒരു ഇതിലേക്കാണ് നമ്മുടെ വ്യാഖ്യാനം കിടക്കുന്നത്. അതെ അതെ, അന്ന് ക്രിസ്തുവിനെ പ്രസന്റ് ചെയ്യുന്നില്ല, ക്രിസ്തുവിന്റെ മനസ്സിനെ പ്രസന്റ് ചെയ്യുന്നില്ല, ക്രിസ്തുവിന്റെ സ്വഭാവത്തെ പ്രസന്റ് ചെയ്യില്ല. പറഞ്ഞ് പ്രസന്റ് ചെയ്യണേൽ ഈ പ്രസംഗിക്കുന്ന ആളത് ജീവിക്കാൻ സമർപ്പിക്കപ്പെട്ട ആളായിരിക്കണം. ആ പ്രാഗൽഭ്യം ഉണ്ടേലേ പ്രസംഗിക്കാൻ പറ്റത്തുള്ളൂ. ആ പ്രാഗൽഭ്യം ഉണ്ടേലേ വചനത്തിൽ നിന്ന് ആ പ്രകാശനം കിട്ടത്തുള്ളൂ. അന്ന് അതൊന്നും പുസ്തകത്തിൽ നിന്നൊന്നും നമുക്ക് ചുമ്മാ പ്രസംഗിക്കാൻ പറ്റത്തില്ല. അത് ദൈവസന്നിധി ഇരിക്കുകയും കർത്താവുമായിട്ട് ഒരു ആഴമേറിയ ബന്ധം ഉണ്ടേലേ ജനത്തിന് ക്രിസ്തുവിനെ നൽകി കൊടുക്കുവാൻ സാധിക്കത്തുള്ളൂ. അന്നേരം നമ്മുടെ പ്രസംഗത്തിലെല്ലാം വന്നുപോയ കുഴപ്പം ഇതാണ്, ക്രിസ്തുവിനെ പ്രസന്റ് ചെയ്യുന്നില്ല, ബൈബിൾ ശരിക്കായിട്ട് വ്യാഖ്യാനിക്കുന്ന ചിലവരും ഉണ്ട്. വ്യാഖ്യാനിച്ച് ചിലവർ ഈ പറഞ്ഞതുപോലെ ഇത് ചെയ്യല്ല അത് ചെയ്യല്ല, ലീഗലിസ്റ്റായി മാറുവാണ്, ഭയങ്കര ലീഗലിസ്റ്റായി മാറുക. അതും ഒരു തെറ്റായ എക്സ്പോസിഷൻ ഉണ്ട്, അല്ലെ നല്ല പ്രസംഗമുണ്ട്, നല്ല വ്യാഖ്യാനമുണ്ട്. പക്ഷെ ക്രിസ്തുവിന്റെ മനോഭാവത്തോടല്ല പ്രസന്റ് ചെയ്യുന്നത്. പരീശൻ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത് പോലെ ആയി മാറും. ആ രീതിയിലും നമ്മൾ ആകല്ലേ. ക്രിസ്തുവിനെ പ്രസന്റ് ചെയ്യണേൽ ക്രിസ്തുവുമായിട്ടൊരു ബന്ധം വേണം, ക്രിസ്തുവുമായിട്ടൊരു അടുപ്പം വേണം. അല്ലെങ്കിൽ ജസ്റ്റ് പരീശൻ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത് പോലെ ആകും. അങ്ങനെയല്ല ദൈവം നമ്മളെ പറ്റി വിഭാവന ചെയ്യുന്നത്. നമ്മുടെ പ്രീച്ചിങ്ങിൽ വരുത്തേണ്ട ഒരു വ്യത്യാസമാണ്. സാർ, നമ്മളൊരു ലീഗലിസ്റ്റ് ക്രൈസ്റ്റിനെയാണ് പ്രസന്റ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ നടക്കാവൂ, ഇങ്ങനെ പറ്റുള്ളൂ, തിരിച്ചു വന്നാൽ ഞാൻ അക്സെപ്റ്റ് ചെയ്തില്ല, ഞാൻ വെട്ടിക്കളയും എന്ന് പറയുന്ന ഒരു ക്രിസ്തുവിനെയാണ് ഞാൻ ശിക്ഷിക്കും, ഞാൻ അടിക്കും. ഈ ക്രിസ്തുവിനെ പറ്റി പഠിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഇതൊന്നും നമ്മൾ എന്തോ പറയുന്നത് അക്കാഡമിക്കലി ഗ്രഹിക്കുന്ന അങ്ങനെ ഒന്നുമല്ല. വചനം വായിക്കുക, നമ്മുടെ മൈൻഡിൽ കാര്യം പോകും. പക്ഷെ കർത്താവുമായിട്ട് ബന്ധത്തിലാണ് കർത്താവിന്റെ കരുണ. നമ്മള് പുസ്തകങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്, ഇത് വായിച്ച് പഠിച്ചാൽ ആ കരുണയുടെ ആഴം നമുക്ക് നമ്മുടെ ബുദ്ധിയിൽ ഗ്രഹിക്കാം. പക്ഷെ ഈ ബുദ്ധി ഗ്രഹിച്ച സാധനം നമ്മൾ കർത്താവുമായിട്ട് കൂടെ നടന്ന് അനുഭവിക്കണം. കർത്താവിന്റെ കമ്പാഷൻ, കർത്താവിന്റെ വിനയം എല്ലാവർക്കും പ്രസംഗിക്കാം. പക്ഷേ ജീവിത സാഹചര്യത്തിൽ ഈ വിനയത്തെ പ്രായോഗികമാക്കാൻ കർത്താവിന്റെ കൂടെ നടക്കണം. എന്നാൽ ആ ഒരു മേഖലയിൽ ശരിയാകാതെ നമ്മൾ ക്രിസ്തുവിനെ പ്രസന്റ് ചെയ്താൽ നമ്മൾ അറിയാതെ ലീഗലിസ്റ്റായി മാറും, അറിയാതെ ഒരു പരീക്ഷനായി മാറും. ഇനിയൊരു പ്രധാനപ്പെട്ട കാര്യം എൻ്റെ ചിന്തയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇപ്പം നമ്മുടെ ഭരണഘടന പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇക്വാലിറ്റി ഇൻ ഓപ്പർച്യൂണിറ്റീസ് ആണ്, അവസര സമത്വം. നമ്മുടെ യുവാക്കളെ സംബന്ധിച്ച്
ഇപ്പോൾ സഭായോഗത്തിന് പ്രാർത്ഥിക്കുന്ന ഒരു അച്ചായനും അമ്മാമ്മയും ഉണ്ട്, അവർ തന്നെയായിരിക്കും പ്രാർത്ഥിക്കുക. അല്ലെ അവരൊരു 4 പേര് റൊട്ടേഷൻ ഉണ്ട്, അവരായിരിക്കും പ്രാർത്ഥിക്കുക. പാട്ട് തുടങ്ങാൻ 2 പേരുണ്ട്, അവരായിരിക്കും പാട്ട് പാടി തുടങ്ങുക. അവസാനത്തെ പ്രാർത്ഥനയും സ്തോത്ര കാഴ്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അതിനെല്ലാം സ്പെഷ്യലായിട്ട് ആളുകളുണ്ട്. അപ്പൊ ഇവരവിടെ ചെല്ലുമ്പോൾ ഒരു പാട്ട് പാടാൻ അവസരമില്ല, പ്രാർത്ഥിക്കാൻ അവസരമില്ല. ഇവര് ജസ്റ്റ് കാണികളായിട്ട് പോകുന്നു, തിരിച്ചു വരുന്നു എന്നല്ലാതെ ഇവർക്ക് ഒരു അവസരമില്ല. ഒരു കാര്യത്തിലും ചർച്ചിൽ ഇവരെ എൻഗേജഡ് ആക്കാൻ പറ്റുന്നില്ല. ഇവർ പോകുന്നു. 21 വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് ഭരണഘടന എല്ലാ സമത്വവും നൽകുന്നുണ്ട്. പക്ഷെ നമ്മുടെ സഭകളിൽ യുവാക്കൾക്ക് അങ്ങനെ ഒരു സമത്വം ഇല്ല, അവർക്കൊരു ഓപ്പർച്യൂണിറ്റീസ് ഇല്ല എന്നൊരു കാര്യം കൂടി ഇല്ലേ? അതെ, അതുണ്ട്. അതൊരു വലിയ പ്രശ്നമാണ്. കാരണം ചർച്ചില് ഞാൻ പണ്ട് ഒരു പാസ്റ്ററിനോട് ഇങ്ങനെ ചോദിച്ച, എനിക്ക് ഈ സൺഡേ സ്കൂളിലെ പിള്ളേരെ മുമ്പിൽ നിർത്തി വാക്യം ഈ പറയിപ്പിക്കുന്നത് കണ്ടപ്പോൾ എനിക്കൊരു ചെറിയ ഇറിറ്റേഷൻ തോന്നി. കാരണം ഞാൻ പ്രസംഗിക്കാൻ പോയേക്കും, എനിക്ക് പ്രസംഗിക്കാൻ സമയം വേണം, എന്താ പ്രസംഗിക്കാൻ സമയം എൻ്റെ നഷ്ടപ്പെടുത്തുന്നതാണ് ഈ വാക്യം പറച്ചിൽ. അന്ന് പാസ്റ്ററിനോട് എന്നെ മെന്റർ ചെയ്യുന്ന ഒരാളാണ്, അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, പാസ്റ്റർ ഇതെന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? അത് എൻ്റെ ഒരു സ്വാർത്ഥത കാരണം ഞാൻ ചോദിച്ചതാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞ്, ഈ കുഞ്ഞുങ്ങൾക്ക് സെൻസ് കിട്ടണം, തിരിച്ചറിവ് കിട്ടണം, അവരും ഈ സഭായോഗത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ ആ തിരിച്ചറിവ് അവർക്ക് കിട്ടുന്ന എപ്പോഴാണ്? അതിനൊരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ് ഇവർ ഈ വാക്യം പറയിപ്പിക്കുന്നത്. ആ നല്ലൊരു പ്രാക്ടീസാണ്. ഓക്കെ, ചർച്ചിൻ്റെ സൈസ് കൂടുന്ന അനുസരിച്ച് അതിന് പ്രാക്ടിക്കലായ ഡിഫിക്കൽട്ടി ഉണ്ട്. അന്നേരം പ്രാക്ടിക്കലായ ഡിഫിക്കൽട്ടി വരുമ്പോൾ പ്രാക്ടിക്കലായ ചേഞ്ചസ് വരുത്താം നമുക്ക്. ഇവരെല്ലാം ഇൻവോൾവ് ചെയ്യുന്ന രീതിയിൽ യൂത്ത്സിനെ മ്യൂസിക്കിൽ നമുക്ക് ഇൻവോൾവ് ചെയ്യാം. പ്രസംഗിക്കാൻ കഴിവുള്ള യൂത്ത്സിനെ നമുക്ക് അതിലേക്ക് പാസ്റ്റർ അവസരം കൊടുക്കണം. ഇപ്പം ഞങ്ങളുടെ ഒരു വലിയ ചർച്ചയായിരുന്നു. എനിക്കൊക്കെ സൺഡേ പാസ്റ്റർ ബൈബിൾ കോളേജിൽ പഠിക്കാൻ പോയുള്ളൂ, 20 മിനിറ്റ്സ് തരുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. ഉപവാസ പ്രാർത്ഥനയ്ക്ക് 1 മണിക്കൂർ തരുമായിരുന്നു. ഒത്തിരി തെറ്റുകൾ പറഞ്ഞിട്ടുണ്ട്, ഒത്തിരി കുഴപ്പങ്ങൾ പ്രസംഗത്തിൽ വന്നിട്ടുണ്ട്. പക്ഷെ അത് സഹിക്കുകയും അത് തിരുത്തുകയും അതിനെ ഉൾക്കൊള്ളാൻ വിശ്വാസികളെയും പാസ്റ്റർ ട്രെയിൻ ചെയ്തെന്നുള്ളതാണ്. അത് കാരണം ഒരു 5-6 ഇയേഴ്സിൻ്റെ ഉള്ളിൽ വചനം നന്നായിട്ട് പ്രസംഗിക്കാനുള്ള ഒരു പ്രാപ്തിയിലേക്ക് ദൈവം എന്നെ എത്തിച്ചു. കാരണം അങ്ങനത്തെ ഒരു ചർച്ച് അറ്റ്മോസ്ഫിയർ ആണ് എനിക്ക് കിട്ടിയത്. മലയാളം പറയാൻ എനിക്ക് അറിയത്തില്ല, മലയാളത്തിന് ഒത്തിരി പരിമിതിയുണ്ട്. പക്ഷേ ഈ മലയാളത്തിൽ പ്രസംഗിക്കാൻ എന്നെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് എടുപ്പിച്ചത് എൻ്റെ സഭയാണ്. കാരണം അവരെനിക്ക് അങ്ങനത്തെ ആ ലീഡർഷിപ്പ്, ആ പാസ്റ്റർ എനിക്ക് അങ്ങനത്തെ ഒരു അവസരം ഒരുക്കി തന്നുണ്ട്.